ഉത്തരാഖണ്ഡിലുള്ള ഒരു ചെറിയ ഗ്രാമമായ ദറോളിയിൽ കുറച്ചു ദിവസങ്ങളായി വിചിത്രമായ പല സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള മലയിൽ നിന്നും വരുന്ന കാറ്റ് പേടി കൊണ്ട് നിറഞ്ഞതായിരുന്നു. പെട്ടെന്ന് ഒരു പയ്യൻ ഉറക്കത്തിൽ നിലവിളിച്ചു, പാമ്പ്, പാമ്പ്, അതെന്നെ വിഴുങ്ങാൻ പോവുകയാണ്. അമ്മേ, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. ദൈവമേ, വീണ്ടും അതുപോലെ സ്വപ്നം. ഇപ്പോൾ ദിവസവും ഇത് സംഭവിക്കുന്നു. നമ്മുടെ മകൻ എന്തായിരിക്കും പറ്റിയിരിക്കുക? ഒന്നുമില്ല, അവൻ എന്തെങ്കിലും ചീത്ത സ്വപ്നം കണ്ടതായിരിക്കും. കുട്ടികളിന് വെച്ചാൽ ഇങ്ങനെ തന്നെ നിലവിളിക്കും. ഇല്ല ചേട്ടാ, ഇത് വെറും സ്വപ്നമല്ല. ഇതെന്തോ നാശത്തിനുള്ള മുന്നറിയിപ്പാണ്. നീ ആവശ്യമില്ലാതെ എന്തെങ്കിലും ആലോചിക്കുന്നു. കിടന്നുറങ്ങ്. അടുത്ത ദിവസം രാവിലെ അദ്ദേഹം വയലിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ 2 പശുക്കളും രക്തമൊഴുകുന്ന കണ്ണുകളോടെ മരിച്ചു കിടക്കുകയായിരുന്നു. എന്റെ ദൈവമേ, ഇവിടെ എന്താണ് നടന്നിരിക്കുന്നത്? ഈ ചെത്ത് കിടക്കുന്ന 2 പശുക്കളും എന്റെ മകന്റെ മുറിയിലെ അടുത്താണ് കട്ടിരുന്നതല്ലോ. അദ്ദേഹം ഉടനെ തിരികെ ചെന്നു. അപ്പോഴാണ് ഗ്രാമത്തിലുള്ള ഹരീഷ് എന്നൊരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ മുൻപിൽ വന്നത്. എന്താ തലവരെ, എന്താ പറ്റി? കാണാൻ വിഷമത്തിലാണല്ലോ. ഹരീഷ്, ഒരു വലിയ പ്രശ്നമാണ്. എൻ്റെ മകന് ആ പേടിപ്പിക്കുന്ന പാമ്പ് സ്വപ്നം വരുന്നുണ്ട്. അത് മാത്രമല്ലാതെ ഇന്ന് എൻ്റെ 2 പശുക്കളും ചത്തുപോയിരുന്നു. അതിൻ്റെ കണ്ണുകളിൽ നിന്നും രക്തം വരുന്നു. അതെയോ? നിങ്ങൾ വീട്ടിലേക്ക് പോകും. ഞാൻ മുഖ്യമായ ജോലിയായിട്ട് എൻ്റെ പാടത്തിലേക്ക് പോകുന്നു. ഞാൻ കുറച്ച് സമയത്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. ഈ കാര്യത്തിനെ സാധാരണമായിട്ട് എടുക്കല്ലേ. ഇത് കാണാൻ വലിയ പ്രശ്നം പോലെ ഉണ്ട്. കുറച്ചു സമയത്തിന് ശേഷം ഹരീഷ് തനിച്ച് വയലിനരികിലുള്ള കിണറിനടുത്ത് നിൽക്കുകയായിരുന്നു. ഈ ഗ്രാമത്തിൽ എന്തോ ഒരു കാര്യമുണ്ട്. അത് കണ്ണിൽ തെളിയുന്നില്ല, പക്ഷേ എന്നെ സൂക്ഷിക്കുന്നു. കിണറ്റിൽ നിന്നും വിചിത്രമായ ശബ്ദങ്ങൾ വരാൻ തുടങ്ങി. ഈ ശബ്ദം ഇതിനെ മുൻപ് ഞാൻ കേട്ടതില്ലല്ലോ. അവൻ കിണറ്റിനരികിലേക്ക് ചെന്നു. ശബ്ദം വീണ്ടും കൂടുതലായി കേൾക്കാൻ തുടങ്ങി. ആരാണ് താഴെ ഉള്ളത്? പെട്ടെന്ന് കിണറിനകത്തു നിന്ന് തിളങ്ങുന്ന 2 കണ്ണുകൾ കാണാൻ സാധിച്ചു. ആ കണ്ണുകൾ നേരെ ഹരീഷിന്റെ ആത്മാവിലേക്ക് നുഴഞ്ഞു കയറിയതുപോലെ അടുത്ത ക്ഷണം തന്നെ ഹരീഷ് ആ കിണറിൽ മൂழ்കി. കിണറിനരികിലായി കുറച്ച് കുട്ടികൾ കളിക്കുകയായിരുന്നു. പെട്ടെന്ന് നിലവിളിക്കാൻ തുടങ്ങി, അമ്മേ, ഇതിലാരോ മരിച്ചു കിടക്കുകയാണ്. ഗ്രാമത്തിലെ ജനങ്ങൾ ഉടനെ അവിടേക്ക് വന്നു. ഹരീഷിന്റെ പ്രേതം അവർ പുറത്തേക്ക് എടുത്തു. ചേടാ, ഇത് ഹരീഷാണ്. അവന്റെ മുതുകിൽ തന്നെ നോക്ക്. ഇത് എന്താണിത്? ശരീരത്തിന്റെ മുകളിലായി കത്തിയ പാമ്പിനെ പോലെ ഒരു അടയാളം ഉണ്ടായിരുന്നു. എന്റെ ദൈവമേ, ഇത് അതേ പാമ്പാണ്. എന്റെ മകന്റെ സ്വപ്നത്തിൽ വരുന്ന പാമ്പ്. ഇപ്പോൾ മനസ്സിലായി, ഇതൊരു സാധാരണ സംഭവമല്ല. ഇത് കാലഭുജൻ, അതേ ശപിക്കപ്പെട്ട നാഗം, വർഷക്കണക്കായി പൂട്ടിവെച്ചിരിക്കുകയായിരുന്നു. ആ അമ്മ പറഞ്ഞത് കേട്ടതും തലവൻ ആഴ്ന്നെന്തോ ചിന്തിക്കാൻ തുടങ്ങി. എന്നിട്ട് തന്നെ പറഞ്ഞു, ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇത് തന്ത്രകഥകൾ മാത്രമാണ് ഉണ്ടാവുമെന്ന്. എന്ന് വെച്ചാൽ ശരിക്കും ഇതുപോലെ വിഷയങ്ങൾ ഉണ്ടോ? ദരോരി എന്ന ഭാഗത്ത് വിചിത്രമായ ഒരു ശാന്തത രൂപം കൊള്ളാൻ തുടങ്ങി. മനോഹർ ഗ്രാമത്തിലെ പള്ളിക്കൂടത്തിലെ ടീച്ചറാണ്. അദ്ദേഹം പുസ്തകങ്ങൾ തിരയുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന വളരെ പഴയ പുസ്തകമൊന്ന് അദ്ദേഹം കണ്ടു. ഇതെന്താണ്? 5 വർഷങ്ങൾക്ക് ഒരു പ്രാവശ്യം നാഗവളി തരുന്നു. കാരണം കാലൻ നിദ്ര പോവാനായിട്ട്. ഒരു പക്ഷെ ബലി നിർത്തിയാൽ അവൻ എണീക്കും. ആ സമയം മനോഹറിന്റെ കൺമുൻപിൽ കഴിഞ്ഞ തലമുറയിൽ നടന്ന ആളുകളുടെ സംഭവം കാണാൻ തുടങ്ങി. ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഗ്രാമത്തിൽ 5 വർഷങ്ങൾക്ക് ഒരു പ്രാവശ്യം ഒരു രഹസ്യമായ ബലി നടക്കുന്നുവെന്ന്. പക്ഷേ 15 വർഷങ്ങൾ മുൻപ് എല്ലാം പെട്ടെന്ന് തന്നെ നിന്നുപോയി. എന്തിനാ? മനോഹർ തന്റെ മൊബൈൽ എടുത്തു. ഒരു നമ്പറിൽ ഡയൽ ചെയ്തു. ആരോ, നീയും പ്രഗയും വേഗത്തിൽ ഗ്രാമത്തിലേക്ക് വരാൻ പറ്റുമോ? അതേ, ഇവിടെ കുറച്ച് വ്യത്യാസമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആരവും പ്രഗയും ഇറങ്ങി. എന്ത് വ്യത്യാസമായ കാര്യം? ഇവിടെ ഉള്ള മരങ്ങളും പേടിപ്പിക്കുന്നത് പോലെ ഉണ്ട്. നേരാണ് ആരവ്, ഇവിടെ മരണശാന്തത അനുഭവപ്പെടുന്നുണ്ട്. കുറച്ചു സമയത്തിനകം അവർ 3 പേരും ഒരു മുറിയിലിരുന്നു. അതേ പുസ്തകം തുറന്നു വച്ചിരുന്നു. ഇവിടെ നോക്ക്, നാഗബലിയുടെ മൊത്തം പാരമ്പര്യവും ഇതിലുണ്ട്. 5 വർഷങ്ങൾക്ക് ഒരു പ്രാവശ്യം ബലി തരുന്നുണ്ട്. കാരണം ആ കാലഭുജം നിദ്രയിൽ ഇരിക്കാനായിട്ട്. ശരി, ആ കാലഭുജം ആരാണ്? ഈ പുസ്തകത്തിനെ വെച്ച് കണ്ടാൽ പഴയ നാഗയജ്ഞത്തിനെ വെച്ചാണ് കുറച്ച് രാക്ഷസர்களுം മന്ത്രവാദികളും മന്ത്രനാഗമണിയെ അടയാനായിട്ട് ഇങ്ങനെ
ബലി മൂലം ജനിച്ച ശപിക്കപ്പെട്ട സർപ്പത്തിനെ ഉണ്ടാക്കി. കാലഭുജങ് അത് ശിവന്റെ സേവകനുമല്ല, ശനിയുടെ ഭാഗവുമല്ല. അത് വെറും കാലത്തിന്റെ ശക്തിയുടെ അവതാരമാണ്. അത് എവിടെയൊക്കെ പോകുന്നോ അവിടെ തീർച്ചയായും മരണം സംഭവിക്കും. അതിന്റെ ശരീരം കറുപ്പ് നിറത്തിലായിരിക്കും. കാണാൻ സർപ്പത്തിനെ പോലെ തന്നെ ഉണ്ടാവും. അത് പാതാളത്തിൽ നിന്നും വരുന്നു. ഇത് വളരെ പഴയതായിരിക്കുന്നു. ഇതൊരു ധാർമ്മിക ചടങ്ങ് മാത്രമല്ല, സമൂഹ ശാസ്ത്രങ്ങൾ നിറഞ്ഞ ഘടനയായും ഇരിക്കാം. പക്ഷെ എന്തിനാണ് മൂടപ്പെട്ടത്? അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന കഥ. ഇത് എന്റെ അടുത്ത ഡോക്യുമെന്ററി ആയിരിക്കും. കാൽഭുജങ് ദ സ്നേക്ക് വിതിൻ. ആരോ വെറുതെ കളിക്കല്ലേ. ഗ്രാമത്തിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഹരീഷ് കിണറ്റിൽ ചെത്തുപോയി കടന്നു. അതും അവന്റെ മുതുകത്ത് എരിഞ്ഞുപോയ പാമ്പിന്റെ അടയാളത്തിന് കൂടെ. നിങ്ങൾ രണ്ടുപേരും ന്യൂസ് റിപ്പോർട്ടേഴ്സ് ആണ്. ഞാൻ എന്താ വിചാരിക്കുന്നു വെച്ചാൽ നിങ്ങൾ ഇതിൽ ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കി ന്യൂസ് ചാനലിൽ റിലീസ് ചെയ്യണം. എന്നാൽ ഇത് ഞങ്ങൾ ഗ്രാമത്തിന്റെ നാഗവേദിയിൽ നിന്നും വേണം തുടങ്ങാൻ. അടുത്ത ദിവസം 3 പേരും വളരെ വരണ്ടുപോയ ഒരു പാഴടഞ്ഞ സ്ഥലത്ത് ചെന്നെത്തി. ഇതാണ് നാഗവേദി. എത്ര ഭയങ്കരമായ ആളില്ലാത്ത സ്ഥലമായിരിക്കുന്നു. പെർഫെക്റ്റ് ലൊക്കേഷൻ. പഴയ കല്ലുകൾ, പാളടഞ്ഞ സ്ഥലം, പിന്നെ പൊട്ടിപ്പോയ സർപ്പത്തിന്റെ വായി. റെക്കോർഡിംഗ് സ്റ്റാർട്ടായി. ഇവിടെ എവരും കാണുന്നില്ലല്ലോ. ഇവിടെ എന്തെങ്കിലും ഉണ്ട്. കാറ്റത്ത് പെട്ടെന്ന് സർപ്പത്തിന്റെ ചീറുന്ന ശബ്ദം പതുക്കെ കേൾക്കുന്നുണ്ട്. നിൽക്കൂ, നിങ്ങൾക്ക് ആ ശബ്ദം കേൾക്കുന്നുണ്ടോ? അത് കാറ്റായിരിക്കും. ശരി, റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോഴാണ് അവൻ ആ വ്യത്യാസമായ കല്ല് ശ്രദ്ധിച്ചത്. ആദ്യ മണ്ണിനകത്ത് പുതഞ്ഞ് ചെറിയ പഴുപ്പ് നിറത്തോടെ കാണാൻ സാധിച്ചു. എന്താണിത്? ആ കല്ല് വേഗത്തിൽ പിടിച്ചു വലിച്ചു. ഒരു അതിശയിപ്പിക്കുന്ന കല്ല് പോലത്തെ രൂപം. അതിലൊരു പേര് പതിക്കപ്പെട്ടിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു ഭൂകമ്പം പെട്ടെന്നുണ്ടായത്. വീട്ടിലേക്ക് വന്നതും വീടിന്റെ കതക് തട്ടുന്ന ശബ്ദം കേട്ടു. മനോഹർ ആ വീടിന്റെ കതക് തുറന്നതും തന്നെ അവിടെ ആ ഗ്രാമത്തിലുള്ള ഗോദാബായി നിൽക്കുകയായിരുന്നു. ഇപ്പോഴാണ് ആളുകൾ എന്നോട് പറഞ്ഞത്, നഗരത്തിൽ നിന്നും വന്ന 2-3 ആളുകളെ നീ നാഗവേദിയുടെ അടുത്തേക്ക് വിളിച്ചു കൊണ്ടുപോയെന്ന്. അവിടെ വിചിത്രമായ ശാന്തതയല്ലാതെ വേറെ ഒന്നും കാണില്ല. നീ എന്തിനാണ് അവിടേക്ക് പോയത്? മനോഹർ പേടിച്ചു വിറച്ചുകൊണ്ട് ഗോദാബായോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. നീ ഒരു കല്ല് പൊട്ടിച്ചെടുത്തല്ലോ, അതാണ് മണി. നീ കാലഭുജങ്കനെ മോചിപ്പിച്ച് അവനുള്ള വഴി കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഇത്രയും വിഷയങ്ങൾ എങ്ങനെ അറിയാനാ? അവസാനമായി നാഗവടി കൊടുക്കുമ്പോൾ എന്റെ മുത്തശ്ശിയാണ് പൂജാരിയായിരുന്നത്. അവരാണ് പറഞ്ഞത്, ക്ഷേത്രത്തിലെ മണി തൊടാതെ അടിക്കുകയാണെങ്കിൽ, പാൽ കറുത്തതായി മാറുകയാണെങ്കിൽ, നാഗദേവതയുടെ ശില്പം തന്നെത്താനെ വീഴുകയാണെങ്കിൽ അത് ഉണർന്നു എന്നാണ് അർത്ഥമെന്ന്. നിങ്ങൾ നാഗവേദിയിൽ നിന്നും എപ്പോഴാണോ തിരികെ വന്നത് അപ്പോൾ മുതൽ ഇതാണ് സംഭവിക്കുന്നത്. അന്ന് രാത്രി തന്നെ ഗ്രാമത്തിലുള്ള ഒരു പെൺകുട്ടി നിലവിളിച്ചു. അവളുടെ കണ്ണുകളിൽ രക്തം വരാൻ തുടങ്ങി. അയ്യോ, എന്റെ മോളുടെ കണ്ണ്! എന്റെ മോൾക്ക് എന്ത് പറ്റിയെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. കുറച്ചു സമയത്തിനകം ആ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു. വിചിത്രമായ രീതിയിൽ ആ പെൺകുട്ടി മരിച്ചതിന് ശേഷം ധരോളിയിലെ സമയം നിലച്ചതുപോലെ തോന്നി. പാതകളൊക്കെ ആളില്ലാതെ കാണപ്പെട്ടു. നിങ്ങൾ എല്ലാരും സത്യം മനസ്സിലാക്കണം. ഇന്നലെ മനോഹർ നാഗവേദിയിലേക്ക് ചെന്നു. അവന്റെ കൂടെ നഗരത്തിലെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. അവിടെയാണ് പ്രഗ്യ എന്ന പെണ്ണ് നാഗവേദി മണ്ഡപത്തിൽ നിന്നും ഒരു കല്ലെടുത്തല്ലോ. അത് സാധാരണ കല്ലല്ല, അത് കാലഭുജങ്കന്റെ മണി. ആ മണിയാണ് അതിന്റെ ഉറക്കത്തിന്റെ അടയാളം. എന്ത് വെച്ചാൽ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആ കല്ലിന്റെ കാരണം കൊണ്ടാണോ? അതെ, ഇപ്പോൾ അത് മുഴുവനായി ജീവൻ പ്രാപിച്ചിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ചെയ്തേ അതിനെ തടയാനാകൂ. അപ്പോഴാണ് ആ ഗ്രാമത്തിന്റെ തലവൻ മനോഹറിനോട് എന്തു പറഞ്ഞെന്നാൽ, മനോഹർ, ഇതൊക്കെ എന്താണ്? പക്ഷെ ഞാൻ പറയുന്നത് തെറ്റല്ല. ഞാൻ ആരവനെയും പ്രഗ്യനെയും വിളിച്ചതിന് കാരണം അവർ ഈ ഗ്രാമത്തിൽ നടക്കുന്ന വിചിത്രമായ കാര്യങ്ങളൊക്കെ ഒരു ഡോക്യുമെന്ററി ആയിട്ട് ചെയ്യണം. സ്കൂളിൻ്റെ ലൈബ്രറിയിൽ എനിക്കൊരു പഴയ പുസ്തകം കിട്ടിയിട്ടുണ്ട്. അതിൽ എഴുതിയിരുന്നു ഓരോ 5 വർഷങ്ങളിലും നാഗബലി ഇടുന്നു എന്ന്. കാരണം ആ കാലഭുജങ് പാതാളത്തിൽ അടച്ചിരിക്കണമെന്ന്. എനിക്കും ഓർമ്മയുണ്ട്. എൻ്റെ അച്ഛൻ ഗ്രാമത്തലവനായിട്ടിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ആ ബലിയെ തടഞ്ഞു നിർത്തിയത്. ഇതെല്ലാം അന്ധവിശ്വാസമെന്ന് അദ്ദേഹം കരുതി. പക്ഷേ ഇപ്പോഴെന്താ തോന്നുന്നത് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നിർണയം തെറ്റാണ്. മനോഹറിനെ തെറ്റായിട്ട് വിചാരിക്കല്ലേ. ഓർമ്മിച്ചു നോക്ക്, ഹരീഷിൻ്റെ മരണം, എൻ്റെ പശുക്കൾ ചത്തുപോയി കടന്നത്, ഇതെല്ലാം ആരവും പ്രഗ്യയും വരുന്നതിന് മുൻപേ എപ്പോഴോ തുടങ്ങിയ കാര്യങ്ങളാണ്. ഇത് നടന്നാലും നമ്മൾ ഒരുമിച്ചിരിക്കണം. പ്രഗ്യ ആഴ്ന്ന ഉറക്കത്തിലായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവൾ വിളിച്ചു നോക്കി. പ്രഗ്യ താൻ ഒരു കിണറിനടിയിൽ ഇരിക്കുന്നത് കണ്ടു. 4 വശത്തും നല്ല ഇരുട്ടായിരുന്നു. വെള്ളം
ചേറുപോലെ കറുത്തതായിരുന്നു. അവിടെ ഒരു നിഴലുമില്ലായിരുന്നു. പെട്ടെന്ന് വെള്ളത്തിൽ തിരമാലകൾ ഉണ്ടായി. പിന്നെ അതിൽ നിന്നും ഭയങ്കരമായ ഒരു കറുത്ത വിഷനാഗം പുറത്തേക്ക് വന്നു. ഞാൻ വീണ്ടും വന്നു. ഇനി ഈ ലോകത്തിൽ കാളഭുജങ്കന്റെ രാജ്യമാണ്. ഇനി ഈ ലോകത്തിലെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എവരും ആലോചിച്ചിരിക്കില്ല. പിന്നെ എന്റെ മുതൽ ബലി നീയാണ്. പ്രഗ്യ നിലവിളിച്ചു. പിന്നെ അവളുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു.